ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗം 39-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചൊല്ലുന്നത്. ഏഷാതേഭിഹിത സാഖ്യേ അഭിഹിത എന്നാണ് വരിക. ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യായുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. സാഖ്യശാസ്ത്രമിതിന്മട്ടാം യോഗശാസ്ത്രം ധരിക്കുക. യോഗശാസ്ത്രം ചരിച്ചീടിൽ കർമ്മബന്ധം ഒഴിഞ്ഞുപോം. പാർത്ഥ തേ അഭിഹിത ഏഷ സാഖ്യേ ബുദ്ധി യോഗേ തു ഇമാം ശൃണു. നിനക്ക് ഞാൻ ഇത്രയും നേരം ഉപദേശിച്ചത് സിദ്ധാന്തം അനുസരിച്ചിട്ടുള്ള ജ്ഞാനമാണ്. ഇനി കർമ്മയോഗത്തെ അനുസരിച്ചിട്ടുള്ള ജ്ഞാനത്തെപ്പറ്റി പറയാം. യയാ ബുദ്ധ്യായുക്ത കർമ്മബന്ധം പ്രഹാസ്യസി. ഈ ജ്ഞാനം കേട്ട്, കർമ്മയോഗം അനുസരിച്ചിട്ടുള്ള ജ്ഞാനത്തെ കേട്ട് ഇത് അറിഞ്ഞ് ഇതെന്താണെന്ന് മനസ്സിലാക്കി സമർത്ഥനായിട്ട് കർമ്മബന്ധത്തിൽ നിന്ന് നിനക്ക് മുക്തി നേടാം എന്നാണ് ശ്രീകൃഷ്ണൻ ഇവിടെ അർജുനനെ ഉപദേശിക്കുന്നത്. അപ്പോൾ സംസാര സാഗരം നമുക്കറിയാലേ, സുഖദുഃഖങ്ങളുടെ ഒരു സമ്മിശ്രമാണ് നമ്മൾ ജീവിക്കുന്ന ഈ ലോകം. നമ്മളുടെ ജന്മം എടുത്തു കഴിഞ്ഞു. ശരീരം ഒരു പണ്ട് നമ്മൾ പറഞ്ഞ പോലെ ശൈശവം, അത് കഴിഞ്ഞ് വളർച്ച, അവസാനം തളർച്ച എന്നീ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് സുഖവും ദുഃഖവും ഒരുപോലെ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആത്മാവ് വേറെ, ജീവൻ വേറെ എന്നുള്ളത്, ദേഹം വേറെ എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞു തന്നത്. അതാണ് സാഖ്യ സിദ്ധാന്തം. അപ്പോൾ ഇതുവരെ ഞാൻ നിനക്ക് പറഞ്ഞു തന്നതെല്ലാം ഈ സാഖ്യ സിദ്ധാന്തം അനുസരിച്ചിട്ടുള്ളതാണ്. ഇനി നിനക്ക് ജ്ഞാനയോഗം കൂടെ പറഞ്ഞു തരാം. കർമ്മയോഗത്തിലൂടെ ജ്ഞാനയോഗത്തിലേക്ക് എങ്ങനെ എത്താമെന്നുള്ളതും കൂടെ പറഞ്ഞു തരാം. അതിനനുസരിച്ച് നീ സമർത്ഥനായിട്ട് യുദ്ധം ചെയ്യണം എന്നാണ് അർജുനനോട് പറയുന്നത്. അപ്പോൾ തപസ് പോലെ കർമ്മം ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മളെല്ലാം നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, നമ്മളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് കർമ്മം ചെയ്യണം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞ പോലെ. അപ്പോൾ അത് പുണ്യം ഉണ്ടാവില്ല, പാപം രണ്ടും നമുക്ക് മറികടക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ആത്മാവ് ഒരു വസ്തുവാണ്, എന്നെന്നും നിലനിൽക്കുന്നത്, മറ്റുള്ളവയെല്ലാം ജനിക്കുന്നു നശിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും ഈശ്വരന് മുന്നിൽ സമർപ്പിച്ചിട്ട് ചെയ്യുമ്പോൾ സ്വധർമാനുഷ്ഠാനം ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ട് ചെയ്യണം. അതിനെന്ത് വേണം? അതിനാദ്യം ഭഗവാനിൽ നല്ല ശ്രദ്ധയുണ്ടാവണം. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ മറ്റുള്ളവർ നമ്മളെ അഭിനന്ദിക്കുമോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് അവർ വിചാരിക്കുമോ, ഇതൊന്നും നമ്മൾ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ആകെ ഒരാളെ നമ്മൾ ബോധിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഭഗവാനെ ബോധിപ്പിക്കുക. അങ്ങനെ നമ്മൾ ഭഗവാനിൽ മാത്രം ഉറച്ച്, ഭഗവാന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്ന നിലയ്ക്ക് തുടർന്നാൽ കർമ്മയോഗം നമുക്ക് ഈ കർമ്മയോഗത്തിലൂടെ തന്നെ വലിയ വലിയ ആചാര്യന്മാരൊക്കെ എത്തിയിരിക്കുന്ന ജ്ഞാനയോഗികളായിട്ട് മാറാൻ സാധിക്കും. ആത്മസാക്ഷാത്കാരം സിദ്ധിക്കും എന്നുള്ളത് അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പം നമ്മൾ ചെയ്യുന്ന നമ്മളുടെ മനസ്സിലെ ഈ പാപവാസനകൾ കഴുകിക്കളയാനുള്ള പാവന ജലമാണത്രേ ഈ സങ്കടം അല്ലെങ്കിൽ കണ്ണീര്. ആ കണ്ണീര് ചിലർക്കത് കുറേ അധികം വരും അല്ലേ, കാരണം എന്നും നമ്മളുടെ പാപങ്ങൾ ഒടുങ്ങണ്ടേ. അപ്പോൾ നമ്മൾ എന്നും ദുഃഖം എന്ന് പറയില്ലേ, അയാൾക്ക് എന്നും ജീവിതത്തിൽ ദുഃഖം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പാപവാസനകൾ അത്രയുണ്ട്. അപ്പോൾ അതിൻ്റെ തോതനുസരിച്ചിട്ട് ദുഃഖം വളരെ അധികം വരാം, കുറച്ച് വരാം. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാവും സത്യത്തിൽ അതൊന്നും ദുഃഖമായിരുന്നില്ല എന്ന്. കാരണം നമ്മളുടെ കണ്ണീരിലിങ്ങനെ പാപങ്ങളിങ്ങനെ കഴുകി കളയുകയാണ്. അങ്ങനെ കണ്ണീരിൽ കഴുകിയിട്ട് ശുദ്ധമായിട്ടുള്ളൊരു മനസ്സ് നമുക്ക് കിട്ടുകയാണ്.
അപ്പോൾ അത്രമാത്രം ദുഃഖിക്കത്തക്ക ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആരാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള പാപവാസനകൾ തന്നെയാണ്, അല്ലാണ്ടൊരു സാഹചര്യമൊന്നുമല്ല നമ്മളെ ദുഃഖിപ്പിക്കുന്നത്. അപ്പോൾ ആ പാപവാസനകൾ മുഴുവനും കഴിയുന്നവരെ നമുക്ക് ചിലപ്പോൾ ദുഃഖം വന്നു എന്ന് വരും. അപ്പോൾ തോരാ കണ്ണീരായി മാറുന്നൊക്കെ പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സുഖവും ദുഃഖവും ഒരുപോലെ ചിന്തിക്കുക. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ലാഭം എന്താണെന്ന് ചിന്തിക്കേണ്ട, ജയം എവിടെ, പരാജയം എവിടെ, ഇതൊന്നും ചിന്തിക്കാതെ ഒരു മനസ്സിന് വളരെ സമചിത്തതയോടെ ജീവിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അഹന്ത ഉണ്ടാവില്ല. അഹന്ത ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ നമ്മൾക്ക് കർമ്മഫലങ്ങളും ഉണ്ടാവില്ല. കർമ്മഫലം വരുമ്പോഴാണല്ലോ നേരത്തെ കർമ്മയോഗത്തിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം എന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പോൾ ഇതൊരു പുതിയൊരു കാര്യമൊന്നുമല്ല, എത്രയോ മുന്നേ തന്നെ വ്യാസഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ അതിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നു, നമ്മളോടും പറയുന്നു, നമ്മുടെ മനസ്സിലുള്ള അഹന്ത കളയുക, എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചു കൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. അങ്ങനെ വീണ്ടും വീണ്ടും അർജുനന് ഉത്സാഹം അല്ലെങ്കിൽ ഉണർവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 40ാമത്തെ ശ്ലോകം. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹദോ ഭയാത്. ഇല്ലെന്നാരംഭനാശങ്ങൾ ഇല്ല പോലൊട്ടനർത്ഥവും ഈ ധർമ്മം തെല്ലറിഞ്ഞീടിൽ ഭീതി തീരുമ സംശയം. ഇഹ അഭിക്രമനാശഃ നാസ്തി പ്രത്യവായഃ ന വിദ്യതേ അസ്യ ധർമ്മസ്യ സ്വൽപമപി മഹദഃ ഭയാത് ത്രായതേ. അതായത് ഈ കർമ്മയോഗം തുടങ്ങുക എന്നുള്ളതാണ് പ്രശ്നം. തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രയത്നം ഒരിക്കലും നിഷ്ഫലാവില്ല. അതിന് നല്ല ഫലം കിട്ടുക തന്നെ ചെയ്യും, വിപരീത ഫലം ഉണ്ടാവില്ല, പേടിക്കുകയേ വേണ്ട. അപ്പോൾ ഈ കർമ്മയോഗത്തിൻ്റെ കുറച്ചെങ്കിലും ആചരിച്ച് നോക്കൂ. വലിയ വലിയ വിപത്തുകളിൽ നിന്നും ഭയത്തിൽ നിന്നും ഒക്കെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. എല്ലാ കാര്യവും അങ്ങനെ തന്നെയല്ലേ. വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് മുഴുമിപ്പിക്കാനും പറ്റും, അതിന് നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ ആദ്യം തന്നെ, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആദ്യം തന്നെ ഒരു ലക്ഷ്യം വേണം. ഇന്നത്തെ കാലത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ A+ ആണ്. കാരണം അടുത്ത ഒരു തലത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് സീറ്റ് കിട്ടണമല്ലേ. അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, വാട്ടെവർ ഇറ്റ് മേ ബി, ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്നോ അല്ലെങ്കിൽ എല്ലാറ്റിലും ജയിക്കണം എന്നായിരിക്കും ചില കുട്ടികളുടെ ആഗ്രഹം. അപ്പോൾ അതൊരു ലക്ഷ്യബോധമാണ്. ഒരു ലക്ഷ്യബോധം അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾക്കതിലേക്ക് എത്താൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളുണ്ടല്ലോ, എന്തിലേക്കാണ് പോകേണ്ടത് എന്നൊന്നും അറിയാതെ, ലക്ഷ്യമൊന്നുമില്ല, കുറേ ഇത് പഠിക്കും, കുറച്ച് വേറെ എന്തെങ്കിലും ചെയ്യും. ഇനി ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് മൂന്നാമതൊന്നിൽ ചെന്ന് തലയിടും. അങ്ങനെ പലതിലും തലയിടും, ഒന്നിലേക്കൊട്ട് എത്തൂല്ല. അത് പറ്റില്ല. നമുക്ക് ആദ്യം തന്നെ ഒരു ലക്ഷ്യമുണ്ടാവണം. ആ ലക്ഷ്യം അത് അച്ഛനമ്മമാരും കൂടെ അതിന് പ്രയത്നിച്ച് കുട്ടികളെ ഒന്ന് ഉത്സാഹിപ്പിച്ച് എന്താണ് നിൻ്റെ ഇഷ്ടം എന്നൊക്കെ ചോദിച്ച് അതിലേക്ക് തിരിച്ചുവിടാനും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് പഠിക്കാനും അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫലം നേടാനും സാധിക്കും. അതേപോലെ തന്നെ നമ്മൾക്കും. അപ്പോൾ നമ്മളിപ്പോൾ കൃഷിയൊക്കെ ചെയ്യുന്ന പോലെയാണ്. കൃഷി ചെയ്തു, വിത്തൊക്കെ നട്ടു, പിന്നെ ഒന്നുമില്ല, ഇനിയിപ്പോൾ ഫലം കിട്ടിക്കോളും എന്ന് വിചാരിച്ചിരിക്കുകയല്ലോ. അങ്ങനെ ചെയ്താൽ എന്താണ്? ഒന്നും ഉണ്ടാവില്ല. അതിൽ നനയ്ക്കണം, കളകളൊക്കെ ഉണ്ടെങ്കിൽ പറിക്കണം, പക്ഷിമൃഗാദികളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷിക്കണം, വലയൊക്കെ ഇട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ എല്ലാ കൃത്യം മാസങ്ങളിൽ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഫലം കൊയ്തെടുക്കാനാ പറ്റുള്ളൂ. അതുപോലെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും, അപ്പോൾ നശിച്ചു പോവുമല്ലോ. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് നിർത്തിപ്പോണ്ടി വരും ചിലപ്പോൾ. അതായത് നമ്മൾക്ക് ശരീരത്തിന് നാശം സംഭവിക്കും. കർമ്മയോഗം അഭ്യസിക്കാൻ പറഞ്ഞു, ശരി, ഞാൻ കർമ്മയോഗം അഭ്യസിക്കാൻ പോവുകയാണ്, കുറച്ചെങ്കിലും തുടങ്ങണം എന്നല്ലേ പറഞ്ഞത്. ശരി, ഞാൻ നാളെ മുതൽ അതിലേക്ക് ഭഗവാനിൽ മാത്രം അർപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മളുടെ മരണം സംഭവിക്കാം, നമ്മുടെ ശരീരം നശിച്ചു പോവാം. പക്ഷെ അങ്ങനെ നശിച്ചു പോയാലും വീണ്ടും ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് വീണ്ടും ആദ്യം തുടങ്ങേണ്ടി വരിക. അതിനെയാണ് അഭിക്രമനാശം എന്ന് പറയുന്നത്. അങ്ങനൊന്നും ഇവിടെ ഉണ്ടാവില്ല.
കാരണം ഈ ഇടയ്ക്ക് വെച്ച് നിർത്തിയാലും അതവിടെ നിർത്തി, അത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ അവിടെ നിലനിന്നോളും. അപ്പോൾ ഈ ജ്ഞാനയോഗത്തിൻ്റെ ശക്തി, അതായത് വീണ്ടും നമ്മൾക്കൊരു ജന്മം കിട്ടുമ്പോൾ ഇതിൻ്റെ ബാക്കി, അതായത് പണ്ട് എവിടെയാണോ നിർത്തിയത് അതിൻ്റെ ബാക്കിയായിരിക്കും അവിടെ പുനരാവിർഭവിക്കപ്പെടുന്നത്. അപ്പോൾ ചില കുട്ടികളൊക്കെ ചെറുപ്പം മുതലേ ഈ ആത്മീയതയിലേക്ക് നീങ്ങുക, സന്യാസികളാവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഭഗവാന്റെ കാര്യങ്ങളിൽ മാത്രം താല്പര്യം കാണിക്കുക, അങ്ങനെയൊക്കെ ആയി വരുന്നുണ്ടല്ലോ. പല പല വിദ്യകളും പല പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ, അറിവുകൾ. ഇത് ഭഗവാന്റെ കാര്യം എന്ന് മാത്രമല്ല, എന്ത് പ്രവൃത്തിയിലാണോ നമ്മൾക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നത് അത് വീണ്ടും അടുത്ത ജന്മത്തിൽ അവർ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം കൂടുതൽ ഉത്സാഹം കാണിക്കും. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് വീണ്ടും തുടങ്ങേണ്ടി വരിക എന്നുള്ള അവസ്ഥയാണ് നമ്മളെന്ത് പറയുന്നത്, അഭിക്രമനാശം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇവിടെ ഉണ്ടാവില്ല അർജുന, പേടിക്കണ്ട. ഇനി പ്രത്യവായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു അസുഖത്തിന് വേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ചികിത്സയിൽ എന്തെങ്കിലും പിഴവ് പറ്റി വേറൊരു മരുന്ന് നമുക്ക് തന്നു. നമ്മളത് ഡോക്ടർമാരും നഴ്സുമാരും തരുന്നതാണ്, നമ്മളത് കഴിക്കുന്നു. ഇനിയിപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് പറ്റിയില്ല എന്ന് വരും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ അസുഖങ്ങൾ വരും, ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്. അതുകൊണ്ട് വേറെ അസുഖങ്ങൾ ചിലപ്പോൾ വന്നു എന്ന് വരും. അപ്പോൾ രോഗം മാറുകയല്ല അവിടെ ചെയ്യുന്നത്, ചിലപ്പോൾ രോഗി മരിക്കുക പോലും ചെയ്യുക. അങ്ങനെയുള്ള സംഭവങ്ങളും ഇപ്പോൾ ദിവസേനയായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് വിപരീത ഫലമാണ് തന്നിരിക്കുന്നത്. അങ്ങനെ വിപരീത ഫലം നമുക്ക് കിട്ടുന്നതിനെയാണ് പ്രത്യവായം എന്ന് പറയുന്നത്. ഇവിടെ ഇത് രണ്ടും ഉണ്ടാവില്ല, പേടിക്കേ വേണ്ട. ഇത് രണ്ടും ഇല്ലാതെ കർമ്മം സാധാരണഗതിയിൽ നീ കർമ്മം ചെയ്യാൻ തുടങ്ങിക്കോളൂ. എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ രണ്ട് നാശങ്ങളെ പറ്റിയിട്ടും പേടിക്കേണ്ട. കാരണം നമ്മുടെ കർമ്മങ്ങളുടെ ബലസിദ്ധിയെ തകിടം മറിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇത് രണ്ടും, അഭിക്രമനാശായാലും പ്രത്യവായാലും. അപ്പോൾ കർമ്മയോഗം അനുഷ്ഠിച്ചാൽ നീ ധൈര്യമായിട്ട് അനുഷ്ഠിച്ചോളൂ, ഈ ആപത്തുകളൊന്നും തന്നെ നിനക്ക് വരില്ല എന്നാണ് പറയുന്നത്. ഇനി 41ാമത്തെ ശ്ലോകം, വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാഹ്യനന്ദാശ്ച ബുദ്ധിയോ വ്യവസായിനാം. ഇല്ലിന്നാരംഭനാശങ്ങൾ ഇല്ല പോലൊട്ടനർത്ഥവും ഈ ധർമ്മം തെല്ലറിഞ്ഞിടിൽ ഭീതി രാമസംശയം. കുരുനന്ദന, ഹേ അർജുന എന്ന് വിളിക്കുകയാണ്. ഇഹ വ്യവസായാത്മിക ബുദ്ധി ഏകാ ഹി അവ്യവസായിനാം ബുദ്ധയഃ ബഹുശാഖാഃ അനന്താഃ ച. നിശ്ചയദാർഢ്യമുള്ള ബുദ്ധി ഏകലക്ഷ്യത്തിൽ തന്നെ ഊന്നി നിൽക്കണം. നിശ്ചയദാർഢ്യമില്ലാത്തവരുടെ സങ്കല്പങ്ങൾ ബഹുശാഖകൾ കൂടിയതാണ്, അവസാനമില്ലാത്തതും ആണ്. നേരത്തേതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ പറയുകയാണ്. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ നാശങ്ങളൊന്നും വരില്ല, വിപരീത ഫലങ്ങളൊന്നും വരില്ല. എപ്പോഴും നീ വളരെ നിശ്ചയദാർഢ്യത്തോടും ഏകാഗ്രതയോടും കൂടിയിട്ട് കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെ കർമ്മം ചെയ്താലേ നമുക്ക് സംസാരമുക്തി പോലും വളരെ എളുപ്പത്തിൽ തന്നെ ലഭിക്കും എന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ കൃഷ്ണൻ ഉറപ്പ് കൊടുക്കുകയാണ്, അവിടെ ഒരാപത്തും വരില്ല, നീ പേടിക്കേ വേണ്ട. നിൻ്റെ മുന്നിലൊരു ലക്ഷ്യമുണ്ടാവണം. അപ്പോൾ അങ്ങനെ മുന്നിലൊരു ലക്ഷ്യം കണ്ടുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ, നമ്മളൊക്കെ ലൗകിക ജീവിതത്തിൽപ്പെട്ടവരാണല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും, അതായത് നമ്മൾ സാധാരണ നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെ പോലും അതൊട്ടും ബാധിക്കില്ല. ഒരു മാനസിക സമ്മർദ്ദവും ഇല്ലാതെ തന്നെ നമുക്ക് അതെല്ലാം കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്ക് വളരെ സമചിത്തതയോടെ വളരെ ശാന്തിയോട് കൂടിയിട്ട് ജീവിക്കാൻ പറ്റും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നിത്യാഭ്യാസി ആനയെ എടുക്കുന്നു. അതേപോലെ തന്നെ ഒരു ദൃഢനിശ്ചയം വേണം. ഞാനിത് എന്തായാലും ഇപ്പോൾ എൻട്രൻസിനൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം, ഇത് ഞാൻ നേടും എന്തായാലും. എന്ത് കാര്യമാണെങ്കിലും, അതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതെന്ന് മാത്രം, ഇത് ഞാൻ നേടും.
നേടില്ല എന്നുള്ള പ്രശ്നം അവിടെ ഇല്ല. ആദ്യം തന്നെ നേടും. ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുണ്ട്, എന്തായാലും ശരി ഞാനിത് മനസ്സിലാക്കും, ഞാനിത് പഠിക്കും, എനിക്ക് എന്തായാലും ഈ വർഷം A+ കിട്ടണം. അങ്ങനെ നമ്മൾ ദിവസവും കണ്ണാടി നോക്കിയിട്ട് ഒരു 10 പ്രാവശ്യം പറയാൻ, അല്ല മുടി എന്തായാലും ബാക്കി കാര്യങ്ങൾക്കൊക്കെ എന്തായാലും അവർ കണ്ണാടി ഒരു ദിവസം നോക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഇതും കൂടെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് കണ്ണാടി നോക്കിയിട്ട് ഇതും കൂടെ ദൃഢനിശ്ചയം എടുക്കാൻ എപ്പോഴും അങ്ങനെ എടുക്കൂ കുട്ടികളെ, അപ്പോൾ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് ഞാനിവിടെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ നിശ്ചയദാർഢ്യത്തോടുകൂടെ നീ ചെയ്യുകയാണെങ്കിൽ അപ്പം നിനക്ക് വളരെ ശ്രേഷ്ഠമായിട്ട് സ്വധർമ്മം കൈവരിക്കാൻ സാധിക്കും. മനസ്സിന് ഒരു തരം ചാഞ്ചല്യവും പാടില്ല. ഒന്നിലും ദൃഢത ഇല്ലാതെ നമ്മളിങ്ങനെ പല ശാഖകൾ പോലെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ കാര്യം ചെയ്യും, അത് കംപ്ലീറ്റ് ആവില്ല, അടുത്തയിലേക്ക് ചാടും, അത് കംപ്ലീറ്റ് ആവില്ല. അങ്ങനെ നമ്മൾക്ക് അങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള സങ്കല്പങ്ങളിങ്ങനെ നമുക്ക് വരും. അത് നമ്മുടെ മനോവീര്യം മുഴുവനായിട്ടും നശിപ്പിക്കും. നമ്മുടെ ഉദ്യമങ്ങളൊക്കെ ഒന്നും തന്നെ ഫലപ്രാപ്തിയിലെത്തില്ല, എല്ലാം വിഫലങ്ങളായിട്ട് മാറും. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് വിജയം വേണമെങ്കിൽ നിശ്ചയദാർഢ്യം വേണം, ഏകാഗ്രതയും വേണം. ഇത് രണ്ടുമാണ് നമുക്ക് തരുന്ന തത്വം. ഓക്കെ, ഇപ്പം നമ്മൾ 41 ശ്ലോകങ്ങളാണ് വായിച്ചത്. ഇനി അടുത്ത ദിവസം വായിക്കാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.